إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്നെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും സന്താപവും പ്രയാസവും എല്ലാം കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ഇഹലോകത്ത് അവന് ഉണ്ടാവുക. ഏതൊരു പ്രയാസം അവന്റെ മുന്നിൽ വന്നാലും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ തൃപ്തിപ്പെട്ട് ഉള്ളതുകൊണ്ട് ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ധിക്കരിക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവനായിരിക്കും വിശ്വാസി. നമ്മുടെ നാട് മെല്ലെ മെല്ലെ പ്രയാസഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം. യുദ്ധം നമ്മുടെ നാട്ടിലല്ല നടക്കുന്നതെങ്കിൽ പോലും അതിന്റെ കെടുതികൾ മെല്ലെ മെല്ലെ നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ അടുക്കളയിലേക്കും നമ്മുടെ സാമ്പത്തിക രംഗത്തേക്കടക്കം മെല്ലെ മെല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അവശ്യ വസ്തുക്കളുടെ വിലവർധനവും അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കളും അതിന്റെ ലഭ്യതക്കുറവ് മെല്ലെ മെല്ലെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങൾ വന്നാലും ഇല്ലെങ്കിലും അവന്റെ ജീവിതമെന്ന് പറയുന്നത് ലളിതമായിരിക്കണം. ഉള്ളപ്പോൾ നല്ലവണ്ണം അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ഒരുപാട് കടം വാങ്ങി ഒരുപാട് ലോണുകളെടുത്ത് അതിന്റെ മേൽക്കുമേൽ കടത്തിനുമേൽ കടമായി പലിശയ്ക്കുമേൽ പലിശയായി അങ്ങനെ പിന്നീടുള്ള ജീവിതം നരകിച്ച് തീർക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല.
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അതേതവസ്ഥയിലും ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നവനാണ്, പഠിച്ചവനാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടവനാണ് വിശ്വാസി. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 156, 157 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഭയമിട്ടുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. പടച്ചോനെ, എന്തായിരിക്കും നാളത്തെ അവസ്ഥ, എന്തായിരിക്കും നാളത്തെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടുണ്ടാകും. അതുപോലെ തന്നെ വിശപ്പുണ്ടാകും. അതുപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, സാമ്പത്തിക മാന്ദ്യമുണ്ടാകും. അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവുണ്ടാകും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന രീതികളാണ്. വബശ്ശിരി സ്വാബിരീൻ, ആ പരീക്ഷണ ഘട്ടത്തിൽ, ക്ഷാമഘട്ടത്തിലും അതുപോലെ തന്നെ ഏത് ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയുണ്ട്. എങ്ങനെ ക്ഷമിക്കണം? ഏതായാലും ഇനി അടങ്ങേറിനി ക്ഷമിക്കന്നെ, അങ്ങനല്ല. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തുകളും ബാധിച്ചാൽ അവർ അല്ലാഹുവിനെ ഓർക്കും. അവർ പറയും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സന്തോഷവാർത്തയുണ്ട്. ഒരു പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ക്ഷാമത്തിന്റെയും ഘട്ടം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന, അതല്ലെങ്കിൽ പടച്ചവനെ ചീത്ത പറയുന്ന, പടച്ചവനെ ഭത്സിക്കുന്ന വിശ്വാസിയല്ല യഥാർത്ഥ വിശ്വാസി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ പടച്ചവന്റേതാണ്, നമ്മൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് എന്നൊരു ബോധ്യത്തിലേക്ക്, തലത്തിലേക്ക് ഒരു വിശ്വാസിയുടെ മനോനില ഉയരുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി കൊണ്ട് ക്ഷമിക്കുന്നവനായി തീരുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ സഹോദരന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരെ പരീക്ഷിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് പരിപാലിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം അവർക്ക് നൽകി, അവർക്ക് സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു ഘട്ടം അവർക്കുണ്ടായി. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ആഡംബരത്തിന്റെ മുത്തുംഗതിയിൽ നിൽക്കുമ്പോൾ പിന്നെ പടച്ചോൻ ഓർമ്മ ഉണ്ടാവില്ല. ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം മുസ്ലിം സമുദായത്തിന്റെ ജീവിതത്തിന്റെ നിലവാരം എടുത്ത് പരിശോധിച്ച് നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ഇന്നലെ ഞാൻ പെരിന്തൽമണ്ണയിൽ പോയപ്പോൾ അവിടത്തെ ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ റമദാൻ 1-ാം തീയതി കെട്ടിയ ടെന്റ് ഇന്നലെയാണ് അവിടെ പൊളിച്ചത്. ഒരു വിശാലമായ മൈതാനിയിൽ റമദാനിൽ നോമ്പ് തുറന്നാൽ പാതിര വരെ, സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നമ്മുടെ ആളുകൾ അവിടെ തിന്നുകയും കുടിക്കുകയും അതുപോലെ തന്നെ ആർമാദിക്കുകയും ചെയ്യുന്ന ടെന്റുകൾ ഇന്ന് നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കോട്ടക്കലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സമീപ പല പ്രദേശങ്ങളിലും അത്തരം ടെന്റുകൾ റമദാൻ നമ്മൾ കണ്ടു. എന്താണ് അവിടേക്ക് മുസ്ലിം സമുദായത്തിന് പണി? സമ്പത്ത് ചെലവഴിച്ച് യാതൊരു കണയും കണക്കുമില്ലാതെ ചെലവഴിക്കുന്ന അവസ്ഥ. ഈ വേങ്ങരയിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, അവിടെ ചായ കുടിക്കാൻ വേണ്ടി 1 ലക്ഷം രൂപക്ക് ഫാമിലിയായിട്ട് ചായ കുടിക്കാൻ, വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി വരുന്ന അവസ്ഥ അവിടുത്തെ ചായ കഫേയിലുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു 10 രൂപക്കും 20 രൂപക്കും ഒരു 100-150 രൂപക്ക് ചായ കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് പോയി ഈ ഉമ്മത്ത് കുടുംബസമേതം ബസ് എടുത്ത് വന്ന് 1 ലക്ഷം 1.5 ലക്ഷം രൂപക്ക് ചായ കുടിക്കുന്നൊരവസ്ഥ. നിങ്ങൾ ആലോചിച്ചോ, അത് വീട്ടിൽ ചായ കിട്ടാനിട്ടല്ല, ഇതൊക്കെ ട്രെൻഡാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരായത്താണ്. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. വളറബല്ലാഹു മസലൻ ഖറിയ, അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്കൊരു ഗ്രാമത്തിന്റെ ഉദാഹരണം പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത? കാനത്ത് ആമിനതൻ മുത്മഇന്നതൻ, അത് നിർഭയത്വമുള്ള നാടായിരുന്നു. ആളുകൾക്കൊരു ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന, എല്ലാം കൊണ്ടും വിശപ്പില്ലാത്ത, അതുപോലെ തന്നെ ശത്രുവിന്റെ ഭയമില്ലാത്ത, എല്ലാ നിലക്കും ഒരു മുത്മഇന്നത്തായ ഒരു നാടായിരുന്നു അത്. യതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ, എല്ലാ സ്ഥലത്തു നിന്നും അവിടേക്ക് ഭക്ഷണങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനൊരു മുട്ടുമില്ലാത്ത, എല്ലാ നിലക്കും ഐശ്വര്യപൂർണമായ ഒരു നാട്.
ആ നാടെന്താ സംഭവിച്ചത്? ഫകഫറത് ബിഅൻഉമില്ലാഹ്, അവർ അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിഷേധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ കൂലം കുത്തിക്കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ നിഅമത്തുകളൊക്കെ മറന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചു കളയുന്ന ഒരു സമുദായമായി അവർ മാറിയപ്പോൾ ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് യഅതിഹാ റിസ്ഖുഹാ റഗദൻ എന്ന് പറഞ്ഞല്ലോ. ഏത് നിലക്ക് നോക്കിയാലും ദുനിയാവിൽ എല്ലാ റിസ്ഖുകളും കിട്ടുന്ന ഒരു നാടായി മാറി. ആ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ മാറ്റി? ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു. ഈ ആയത്ത് നമുക്കൊരു ഗുണപാഠമാണ്. ബിമാ കാനൂ യസ്നഊൻ, എന്തുകൊണ്ടാണ് അവർക്ക് നിർഭയത്വത്തിന് ശേഷം ഭയപ്പാടുണ്ടായത്? ഭക്ഷണ സൗഖ്യത്തിന് ശേഷം എന്തുകൊണ്ടാണ് പട്ടിണി ഉണ്ടായത്? ബിമാ കാനൂ യസ്നഊൻ, അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിഅമത്ത് കൊടുക്കുമ്പോൾ അല്ലാഹുവിനെ മതിമറന്ന് എന്താണ് പണം കാട്ടേണ്ടതെന്ന് മനസ്സിലാക്കാതെ ഒരു ഖനാഅത്ത് അല്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ ഒരു മിതത്വം പാലിക്കുന്ന അവസ്ഥയില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്താണ് ഇപ്പൊ നമ്മുടെ കല്യാണങ്ങളുടെയും അതുപോലെ തന്നെ സൽക്കാരങ്ങളുടെയും നോമ്പുറ സൽക്കാരങ്ങളുടെയും ഏത് ഫംഗ്ഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും സാമ്പത്തിക അച്ചടക്കം എന്നത് നമ്മുടെ സമുദായത്തിന് ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഗൾഫിന്റെ അവിടുത്തെ പണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ? ഹോട്ടലുകൾ പലതും തുറക്കാതിരിക്കുന്നു, ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കുറച്ചുകൂടി 2-3 മാസം കൂടി നീണ്ടു നിന്നാൽ സഹോദരൻ അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതെല്ലാം പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ പിടികൂടാനും അവരെ അള്ളാഹു പറഞ്ഞതുപോലെ ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ഭയപ്പാടിന്റെയും പട്ടിണിയുടെയും അവസ്ഥയിലേക്ക് അവരൊക്കെ മാറ്റിമറിക്കാനും പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയില്ല. അതുകൊണ്ട് പടച്ചറബ് തന്നതിലേക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മാന്യമായ രീതിയിൽ ജീവിക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലത്. അങ്ങനെ ജീവിച്ചാൽ എന്താ ഉണ്ടാകുക? അള്ളാഹു പറയാണ്, വലു അന്ന അഹ്ലൽ ഖുറ, സൂറത്ത് അറാഫിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വലു അന്ന അഹ്ലൽ ഖുറ, ആ നാട്ടുകാരെങ്ങാനും ആമനു വത്തഖൗ, അള്ളാഹുലേക്ക് മടങ്ങുകയും അള്ളാഹുൽ വിശ്വസിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരെ ആകുകയും ചെയ്തിരുന്നെങ്കിൽ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, വാനലോകത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തിന്റെ കവാടങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. അള്ളാഹിനനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ ഭൂമിയിൽ സമൃദ്ധിയുണ്ടാകും. ഇത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ്. സൂറത്തുൽ അറാഫിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു മാത്രം. എന്ന് പറഞ്ഞാൽ ആമനു വത്തഖു, അള്ളാഹുൽ വിശ്വാസം ഉണ്ടാകണം. അള്ളാഹിനെ ധിക്കരിക്കാതെ തഖ്വ അനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി, വാനലോകത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തിന്റെ കവാടങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ വലാകിൻ കദ്ദബൂ, പക്ഷെ അവർ എന്തുക നന്ദികേടാ കാണിച്ചത്. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് ക്ഷാമവും പ്രയാസവും ബുദ്ധിമുട്ടുകളും ബന്ധബോധന പേടിയും എല്ലാം അവർക്കുണ്ടായത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഇത് നമ്മൾക്ക് എല്ലാവർക്കുമുള്ളൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു, ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നേർവരെ ആർക്കും ഉണ്ടാകൂല. ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ടാണ് എല്ലാവരുടെയും ജീവിതം ഉണ്ടാകുക. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് കാണാം. അലം യജിദ്ക യതീമൻ ഫആവ, നിങ്ങൾ യതീമായിരുന്നില്ലേ, പിന്നെ അഭയം നൽകി. അതുപോലെ തന്നെ നിങ്ങൾ ധനികരായിരുന്നില്ല, നിങ്ങളൊരു സാമ്പത്തികമായിക്കൊണ്ട് പിന്നെ പതിത്വം ഉള്ള ആളായിരുന്നു, നിങ്ങൾക്ക് അല്ലാഹു ഉയർച്ച നൽകി. ഒരു നേർവരയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഇങ്ങനെയാണ് ഏതൊരു മനുഷ്യന്റെ ജീവിതം ഉണ്ടാകുക. ഏത് സമുദായത്തിന്റെ ചരിത്രം അങ്ങനെ തന്നെ ഉണ്ടാകുക. അപ്പൊ അവിടെ ഏറുമ്പോൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല, കുറയുമ്പോഴും അള്ളാഹിനെ മറക്കാൻ പാടില്ല. ഉള്ളത് കൊണ്ട് എന്താണോ പടച്ചറബ് തനിക്ക് നൽകിയ നിഅമത്ത്, ആ നിഅമത്ത് കൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഖനാഅത്തുള്ള, അതാണ് ഖനാഅത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് പടച്ചവൻ ഇത്ര എനിക്ക് നൽകിയിട്ടുള്ളൂ, അൽഹംദുലില്ലാ, ഇത്രയൊക്കെ നൽകിയല്ലോ, അൽഹംദുലില്ലാ, രണ്ടിനും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ ഹുദിയ ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഹിദായത്ത് കിട്ടിയ മനുഷ്യന് സ്വർഗമുണ്ട്, അവന് സന്തോഷ വാർത്തയുണ്ട്. വകാന ഐശുഹു കഫാഫൻ, അതോടൊപ്പം തന്നെ അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് മതിയായിക്കൊണ്ട് ജീവിതമാണെങ്കിൽ അവനും സന്തോഷ വാർത്തയുണ്ട്, അവനും സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, വഖന്നഉ അല്ലാഹു ബിമാ ആതാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയത് കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ്. ആർത്തിയില്ല, അത്യാർത്തിയില്ല,
ഉള്ളതുകൊണ്ട് ഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയതിൽ എത്രയാണോ നൽകിയത്, സമ്പത്ത് മാത്രമല്ല, അവന്റെ ആരോഗ്യമാണെങ്കിലും അവന്റെ കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും അവന്റെ ആരോഗ്യം ശരീരമാണെങ്കിലും എന്താണെങ്കിലും മക്കളാണെങ്കിലും എന്ത് അനുഗ്രഹമാണെങ്കിലും അള്ളാഹു നൽകിയതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അവന് സ്വർഗമുണ്ടെന്നാണ്, തൂബാലഹു, അവന് സ്വർഗമുണ്ടെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് സഹോദരന്മാരെ, വിശ്വാസികളായ ആളുകൾ പ്രത്യേകിച്ചും ഈ ഒരു പശ്ചാത്തലത്തിലും കാലഘട്ടത്തിലും നമ്മൾ ശരിക്ക് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യണം. പ്രവാചകന്റെ ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുൻ വരിഅൻ തകുൻ അബദന്നാസ്, നീ ഒരു വരിആയ തഖ്വയുള്ള മനുഷ്യനായിക്കൊണ്ട് ജീവിക്കണം അബൂ ഹുറൈറ. അങ്ങനെയാകുമ്പോൾ നീ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ളവനായി തീരാൻ കഴിയും. വകുൻ ഖനിഅൻ, നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാകണം. തകുൻ അഷ്കറന്നാസ്, അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും ശുക്ർ ചെയ്യുന്നവൻ നീയായിരിക്കും. എപ്പോഴും പറയാതെ എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ ആക്കിയില്ല, ഓനതുണ്ട്, ഇതുണ്ട്, എനിക്കതില്ലല്ലോ, ഇതില്ലല്ലോ, അങ്ങനെയല്ല, എനിക്കത് കിട്ടിയല്ലോ, എനിക്കത് ഉണ്ടല്ലോ. അങ്ങനെയാകുമ്പോൾ തകുൻ അഷ്കറന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും നന്ദിയുള്ളവനായിരിക്കും. നിനക്കെന്താണോ ഇഷ്ടം അത് ജനങ്ങൾക്കൊന്ന് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ദീനിന്റെ വിഷയമാണ്. അള്ളാഹു ഇഷ്ടമുള്ള കാര്യം നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ നീ ഒരു യഥാർത്ഥ മുഅ്മിനായി തീരും. അതുപോലെ തന്നെ വഹ്സിൻ മുജാവറത മൻ ജാവറക തകുൻ മുസ്ലിമൻ, നിന്നോട് അയൽവാസിയായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവനോട് നല്ല നിലക്ക് ജീവിക്കുകയാണെങ്കിൽ അത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്. നീ ഒരു മുസ്ലിമാകും. വഖിൽ അല്ലഹ്ക, അമിതമായി കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥ നിനക്കുണ്ടാകരുത്. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് തമാശ പറഞ്ഞ് ഏത് സമയത്തും പൊട്ടിച്ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിയല്ല ഇവിടെ ഉദ്ദേശം, പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതം നിറഞ്ഞ ഒരു സീരിയസ് ഇല്ലാതെ എപ്പോഴും കളിയും തമാശയുമായി കൂടെ നടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഫഇന്ന കസറത്തുൽ ലഹ്കി തുമീതുൽ ഖൽബ, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ മരിപ്പിച്ച് കളയുന്നതാണ് അമിതമായി കൊണ്ട് ചിരിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞാൽ അത് ഏത് രംഗമാണെങ്കിലും അള്ളാഹു തന്നതിനെ നമ്മൾ തൃപ്തിപ്പെട്ടു ജീവിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖകും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ദീനിന്റെ വിഷയത്തിലല്ല, നിങ്ങൾ ദുനിയാവിന്റെ വിഷയത്തിൽ എപ്പോഴും നോക്കണം നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കാണ്. ഇതൊക്കെ അള്ളാഹുവാണ്. ഖല ഫല്ലല്ലാഹു ബഅദകും അലാ ബഅദിൻ. അല്ലാഹു പറഞ്ഞില്ലേ, സാമ്പത്തികം കൊണ്ടും ആരോഗ്യം കൊണ്ടും അധികാരം കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങളിൽ ചില ആളുകൾ ചിലരേക്കാൾ മഹത്വപ്പെടുത്തിയത് അവർക്കുള്ള മഹത്വം കൊണ്ടല്ല, അത് അള്ളാഹു കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കണം. ഫഇന്നഹു അജ്ദു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണിക്കാതിരിക്കാൻ, മനസ്സിലാക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കാണാൻ കഴിയും. സൂറത്ത് ത്വാഹയിലെ 131-ാമത്തെ ആയത്തിലുള്ള പറഞ്ഞ ആയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ആര് വിളിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വലാ തമുദ്ദന്ന ഐനൈക, നബിയെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ഒരിക്കലും നീട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരിലേക്ക് നോക്കാൻ പാടില്ല. ആരിലേക്ക്? ഇലാ മമത്തഅനാ ബി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ചില അലങ്കാരങ്ങൾ, ദുനിയാവിന്റെ ചില വിഭവങ്ങളൊക്കെ നിങ്ങളല്ലാത്ത വേറെ ചില ആളുകൾക്ക് നാം ദുനിയാവിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരമ്പിൽ ഒരു മുളയുടെ പരമ്പിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയിറങ്ങിയത്. കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളിൽ അവർ വലിയ പട്ടുമെത്തകളിലൊക്കെ അന്തിയുറങ്ങിയ സന്ദർഭത്തിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയത് എവിടെയാണ്? ഈ കിടന്നാൽ ശരീരത്തിൽ അടയാളങ്ങൾ വരുന്ന പരമ്പിലും അതുപോലെ തന്നെ പായയിലുമൊക്കെയാണ്. ആ പ്രവാചകനോടാണ് റസൂൽ പറയുന്നത്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ വിഭവങ്ങൾ നബിയെ നിങ്ങൾക്ക് തന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് അല്ലാഹു പറയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് നോക്കരുത്. എന്തിനാണ് ഞാൻ അവർക്ക് കൊടുത്തത്? താങ്കൾക്ക് തരാത്ത ദുനിയാവ് നാം അവർക്ക് കൊടുത്തതിനു വേണ്ടിയാ, ലിനഫ്തിനഹും ഫീഹി, നാം അതിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവരോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുത്തതല്ല, അവർക്കതൊരു പരീക്ഷണമാണ്, ഫിത്നയാണ്. അവർക്ക് കിട്ടിയാലും ഫിത്നയാണ്, കിട്ടാഞ്ഞാലും ഫിത്നയാണ്. അവർക്ക് പരീക്ഷണാർത്ഥം നാം കൊടുത്തിരിക്കുന്ന വിഭവങ്ങളിലേക്ക് നബിയെ താങ്കൾ ഒരിക്കലും കണ്ണ് പായിക്കാൻ പാടില്ല. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ, നിന്റെ റബ്ബ് താങ്കൾക്ക് നൽകിയിരിക്കുന്ന റിസ്ഖുണ്ടല്ലോ, ഈ ദുനിയാവിൽ നൽകിയതാണെങ്കിലും ഇനി പരലോകത്ത് വരാനിരിക്കുന്ന റിസ്ഖാണെങ്കിലും അതാണ് ഖൈറും വഅബ്ഖാ,
ഏറ്റവും ഖൈറായ റിസ്ഖ് അതാണ്, എന്നെന്നും നിലനിൽക്കുന്ന റിസ്ഖ് അതാണ്. അതുകൊണ്ട് നബിയെ നിങ്ങൾക്ക് പരലോകമുണ്ട്, അതുകൊണ്ട് ദുനിയാവിൽ നാം ചില ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന വിഭവങ്ങളിലേക്കൊന്നും സഹോദരന്റെ പ്രവാചകരെ നിങ്ങൾ നോക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ച സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ ഒന്നും ഒരു ലക്ഷ്യത്തിൽ പോലും അംശം പ്രവാചകൻ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആ പ്രവാചകനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. അപ്പോ അതാ പ്രവാചകൻ പറഞ്ഞു, ദുനിയാവിന്റെ വിഷയത്തിൽ എപ്പോഴും താഴ്ന്നവരിലേക്ക് നോക്ക്, എങ്കിലേ പടച്ചവന്റെ നിയമത്ത് നമ്മൾ കണ്ണിൽ തടയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ളവന്റെ നിയമത്ത് മാത്രമേ നമ്മൾ കണ്ണിൽ കാണുള്ളൂ. നമ്മൾക്ക് തന്ന നിയമത്തുകൾ നമ്മുടെ കണ്ണിൽ തടയൂല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയും, അൽ ഖനാഅതു മിൻ അജല്ലി അഖ്ലാഖിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. വഹിയ അലാമത്തുൻ അല റിളാ ബിഖദരില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള അല്ലാഹുവിന്റെ ഖദറുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഓഹരി, ആ ഓഹരിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. കമാ അന്നഹ തുഹവ്വിനു സുഊബത്തൽ ഹയാത്തി, അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും അതൊക്കെ വളരെ ലളിതമായി കൊണ്ട് തരണം ചെയ്യാൻ ആ മനുഷ്യന് സാധിക്കുമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി, ഒരുപാട് ചരക്കുകളും ഒരുപാട് വിഭവങ്ങളും ഒരുപാട് സമ്പത്തും ഉണ്ടാകലല്ല ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ, വലാകിന്നൽ ഗിന ഗിനൻ നഫ്സി, മനസ്സിന്റെ സമാധാനം. അൽഹംദുലില്ലാഹ് എനിക്ക് ഇത്ര കണ്ടല്ലോ, ഇനി എന്ത് പ്രയാസം വന്നാലും എന്തൊരു പ്രയാസം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സഹോദരന്മാരെ നമ്മൾ പഠിക്കണം. ഒരു മിതത്വം ഈ ഉമ്മത്ത് പലപ്പോഴും കളഞ്ഞുകുളിക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ, പിന്നെ രാഷ്ട്രീയ രംഗത്താണെങ്കിലും മതരംഗത്തുകളാണെങ്കിലും പിന്നെ കുടുംബജീവിതത്തിലാണെങ്കിലും ഒന്നും സമ്പത്ത് അമിതമായി കൊണ്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി കുത്തുപോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ദൂർത്തടിക്കുന്നതിൽ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത ഒരവസ്ഥ ഇത് സമൂഹത്തിലുണ്ട്. ഇതുകൊണ്ട് എന്റെ ഫലം എന്താ ചോദിച്ചാൽ, ഹറാമിലേക്ക് പോകുന്നു ആളുകൾ. ഒരു കല്യാണം വന്നാൽ, മകളെ കല്യാണം വന്നാൽ ആരും കടം കിട്ടാനില്ല, അപ്പൊ വേഗം ബാങ്കിൽ കൂടുകയാണ്, ലോൺ എടുക്കുകയാണ്. അല്ലെങ്കിൽ വീട് നന്നാക്കണം, പെയിന്റ് അടിക്കണം, ആരും കടം തരാനില്ല, വേഗം ബാങ്കിലേക്ക് കൂടെ ലോൺ എടുക്കുകയാണ്. എന്നിട്ട് ആ ലോണിന്റെ മേൽ ലോണുമായി അവസാനം ജീവിതം മുഴുവനും പലിശയിൽ നരകിച്ച് ജീവിക്കുന്ന അവസ്ഥ നേതൃതലം മുതൽ അടിത്തട്ട് വരെ ഇന്ന് സമുദായത്തിലുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ സഹോദരന്മാര് പലിശയുമായി കൊണ്ട് ബന്ധപ്പെട്ടുന്ന ഒരവസ്ഥ ഈ സമുദായത്തിന് വന്നാൽ ആ സമുദായത്തിന്റെ നാശം അതിന്റെ തലേന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. പ്രവാചകൻ പറഞ്ഞു, ഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല പലിശയെ മായ്ച്ചുകൊണ്ടേയിരിക്കും, ഒരു വളർച്ചയും പലിശ കൊണ്ടുണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് സമുദായത്തിന് വല്ല പേടിയുണ്ടോ പലിശക്ക്? അതൊക്കെ ഞാൻ നിർബന്ധ സാഹചര്യത്തിൽ വാങ്ങി, എന്റെ കുട്ടിനെ കെട്ടിക്കാൻ വാങ്ങി, അല്ലെങ്കിൽ വീട് നന്നാക്കാൻ വേണ്ടി വാങ്ങി, അല്ലെങ്കിൽ ഞാൻ വാഹനം എടുക്കാൻ വേണ്ടി വാങ്ങി, ഇതൊന്നൊരു പ്രശ്നമേ അല്ല. പ്രവാചകൻ പിന്നെ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞില്ലേ, അവർ തിന്മ ചെയ്യാന്ന് പറഞ്ഞ മൂക്കിന്റെ മുകളിൽ കൂടെ ഒരു ഈച്ച പോണേ, അത്രേ ഉണ്ടാവുള്ളൂ. അതൊക്കെ സില്ലി, അതല്ല ആരവിടെ ചെയ്യാത്തത്, ആരവിടെ ലോൺ എടുക്കാത്തത്, ഇന്നാൾ ലോൺ എടുക്കണില്ല, ഇന്നാൾ ലോൺ എടുക്കുക, എല്ലാം നമ്മുടെ ഇബ്ലീസ് അങ്ങനെ നമുക്ക് വേദോദിത്തരാ. അയാൾ ചെയ്യുന്നുണ്ട്, ഇന്ന ആചാര്യ ചെയ്യുന്നുണ്ട്, ഇന്ന ആളുകൾ ചെയ്യുന്നുണ്ട്, ഇന്ന മൗലവി ചെയ്യുന്നുണ്ട്, ഇന്ന സലായി ചെയ്യുന്നുണ്ട്, ഇന്ന സൽഫി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുന്നതിലേക്ക് മാത്രം പറയില്ല. ഒരുപാട് ആളുകളെ മുന്നിൽ കാണിച്ചുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട്, നീ എന്ത് മാത്രം മാറി നിൽക്കണം. സഹോദരന്മാർ ആര് ചെയ്താലും അവരൊന്നും നമ്മുടെ ഖബറിലേക്ക് വരൂല, അവരൊന്നും നമുക്ക് മാതൃകകളുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് എന്തിനും മാതൃക. അതുകൊണ്ട് ഈ അമിതമായ വ്യയമുണ്ടാക്കുന്ന ജീവിതത്തിന്റെ ഫലം വെച്ചാൽ നമ്മൾ ഹറാമിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെ മാത്രമല്ല, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനസ്ഥിതി പാറും. പിന്നെ ആളുകളിൽ നിന്ന് ഇങ്ങനെ കൈനീട്ടി പിന്നെ അതൊരു തൊഴിലായി. അവന്റെ തൊഴിലെന്താ? കൈനീട്ടുക. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, എന്നും എരന്ന് മാത്രം ജീവിക്കുന്ന, ഒരുപക്ഷെ പുതുതായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളായിരിക്കാം. ആ പുതുതായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ജീവിതകാലം മുഴുവൻ ഇറക്കാൻ ആ ഇസ്ലാം ഒരു കാരണമാകാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. 40 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പുതു മുസ്ലിമാന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞെന്താ, മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു തിന്നുന്നതിനേക്കാൾ നല്ലൊരു റിസ്ഖ് ഒരു മനുഷ്യൻ തിന്നുന്നേയില്ല എന്നാ. അവൻ എത്ര കുറച്ചാണെങ്കിലും ഉള്ളത് അധ്വാനിച്ച് തിന്ന, ആരാന്റെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് ഇരക്കുന്നൊരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകരുതെന്നാണ് അള്ളാഹിന്റെ പ്രവാചകൻ. ഇന്നതൊന്നൊരു പ്രശ്നമില്ല. കടം വാങ്ങുക, അങ്ങോട്ട് കടം വാങ്ങിയവനെ കാണുമ്പോൾ മുങ്ങുക. എത്ര സമുദായത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൽ സലഫിയും സുന്നിയും ജമാഅത്തും മുജാഹിദും തബ്ലീഗും എല്ലാവരും അതിൽ കണക്കാണ്. ഇല്ലാമൻ റഹിമല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരല്ലാതെ.
നിങ്ങൾ ആലോചിച്ചു, കടം വാങ്ങുന്നതിലും ആളുകൾക്കൊരു പേടിയില്ല. അതുപോലെ തന്നെ കടം വാങ്ങി അത് കൊടുക്കാൻ അവധി എന്നാലും നീട്ടി കൊണ്ടുപോയി കടം വാങ്ങിയവനെ കാണുമ്പോൾ മുങ്ങുക, എന്നിട്ട് അവനോട് കളവ് പറയാ, കളവിന്റെ മേൽ കളവ് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നതൊന്നും സഹോദരന്മാര് പരലോകത്ത് വിജയിക്കാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരു മനുഷ്യൻ മഴുവെടുത്ത് ഒരു വിറക് വെട്ടി ആ വിറക് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടുന്നതിനേക്കാളും നല്ലതെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. എന്ന് പറഞ്ഞാൽ ആടുകളുടെ മുമ്പിൽ എരന്നു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മഴിയെടുത്ത്, തന്റെ വീട്ടിലെ മഴിയെടുത്ത് പറമ്പിലെ ആ മരം മുറിച്ച് അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അധ്വാനിച്ച് ജീവിക്കലാണ് ആ മനുഷ്യൻ നല്ലതെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഉമ്മത്തിന് ഇന്ന് ഓർമ്മയില്ല. എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കി ആ പൈസയിൽ പിന്നെ കടം കുറെ കുടുങ്ങി, കുറെ പലിശയിൽ, കുറെ ബാങ്കും, കുറെ ലോണും അങ്ങനെ കൂടെ നരകിച്ച് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചെറുപ്പോയി എന്താ വെച്ചാൽ വേഗം ആത്മഹത്യ ചെയ്യുക, പിന്നീട് തൂങ്ങിച്ചാകുക. ഈ തൂങ്ങിച്ചെത്താൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ ചില സഹോദരന്മാരൊക്കെ ധരിച്ചിട്ടുള്ളത്. ഒരിക്കലും രക്ഷപ്പെടില്ല സഹോദരന്മാര്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പിന്നെ അടുപ്പെന്ന് വിലകി ചട്ടിന്ന് അടുപ്പൊക്കെ ആടുന്ന പ്രമോള് അതിനേക്കാൾ വലിയ ഗർത്തത്തിലേക്കും വലിയ നരകത്തിലേക്കുമായിരിക്കും അവൻ ചാടുക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിഷയത്തിൽ കാണും. പ്രവാചകൻ പറയും, യാ സഅദ് നീ നിന്റെ റിസ്ക് നന്നാക്കണം, നിന്റെ വരുമാനം നീ നന്നാക്കണം, അപ്പോഴേ നിന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം തരുള്ളൂ. മറ്റുള്ളവന്റെ അടുക്കൽ അതുള്ളത് കണ്ണുവെച്ച് നടക്കുകയും അതുപോലെ തന്നെ അധ്വാനിക്കാതെ ജീവിക്കുകയും ഹറാമിലേക്ക് പോവുകയും ചെയ്താലൊന്നും നമ്മൾ എത്ര പ്രാർത്ഥിച്ചും നിസ്കരിച്ചിട്ടും ഈ റമദാനല്ല, ഇനി ചൊവ്വാലും ദുൽഹജ്ജും മുഴുവനും നോമ്പൊറ്റാലും അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ഉള്ളത് അള്ളാഹ് എത്രയാണ് നമുക്ക് തന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ പലിശയിലേക്കും ഹറാമിലേക്കൊന്നും പോകാതെ ജീവിക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇനിയുള്ള കാലഘട്ടം, ഇനി മുന്നോട്ട് പോകുമ്പോൾ യുദ്ധം കൂടുതൽ നീണ്ടു നിന്നാൽ പ്രയാസത്തിന്മേൽ പ്രയാസം നമുക്ക് എല്ലാവർക്കും ബാധിക്കും. അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം പതർച്ചയും പതറലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുക. നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലും അതുപോലെ തന്നെ മൂർധന്യാവസ്ഥയിലുമാണ് നിലകൊള്ളുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അതിന്റെ ഭാഗവാക്കാവുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. പക്ഷേ ഒരു മുസ്ലിമിന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴും വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ആളുണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുകയും എന്നതിനപ്പുറത്ത് മതത്തിന്റെ അതിർവരമ്പുകൾ ചാടിക്കടക്കാതെ പൊളിച്ചു കളയാതെ അള്ളാഹുവും റസൂലും തൃപ്തിപ്പെട്ട വാക്കുകളും പ്രവർത്തനങ്ങളും മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കണം ഉണ്ടാകേണ്ടത്. തന്റെ എതിരാളിയെ തോൽപ്പിക്കാൻ എന്ത് കളവുകളും പ്രചരിപ്പിക്കുക, എന്ത് വൃത്തികേടുകളും പറയുകയും എഴുതുകയും ചെയ്യുക, അതിനെല്ലാം ലൈക്കടിക്ക്, അതിനെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകരുത്. അത് രാഷ്ട്രീയത്തിലും ഉണ്ടാകരുത്, ഇനി രാഷ്ട്രീയം ഇല്ലാത്ത അവസ്ഥയിലും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ട് എന്നല്ല പറയും. വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള നമ്മുടെ ഇടപെടലുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിശ്വാസിയുടെ അയർല്, ഒരു മുഅ്മിന്റെ അഭിമാനമെന്ന് പറഞ്ഞാൽ തന്റെ എതിർപക്ഷത്തിൽ നിൽക്കുന്നവന് ഒരു മുഅ്മിനായിരിക്കും, ഒരു വിശ്വാസിയായിരിക്കും, അതിൽ മനുഷ്യനായിരിക്കും. അവന്റെ ഒരു വിശ്വാസിയുടെ അഭിമാനം എന്ന് പറയുന്നത് പരിശുദ്ധമായ കഅബാലയത്തേക്കാൾ പവിത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കഅബ തന്നെ തകർക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിലും ഒരു വിശ്വാസിയുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനാണ് പ്രവാചകൻ പ്രഥമമായ പരിഗണന കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു ചിന്തകളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും അതിലിടപഴകുന്നവരും ഒക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ റമദാൻ ഒരിക്കലും ഈ 9-ാം തീയതി നടക്കാമെന്ന് തെരഞ്ഞെടുപ്പുകൊണ്ട് ബാത്തിലായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. റമദാനിന്റെ നോമ്പുകൾ ഈ കുറഞ്ഞ 10-15 ദിവസത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കൊണ്ട് നോമ്പും ഖിയാമുലും സദഖ സക്കാത്തും ഒക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പതയിൽ അങ്ങോട്ട് ഒലിച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മുടെ നോമ്പുകളും പെരുന്നാളുകളും ഒന്നും ഉണ്ടാകും. നമ്മുടെ വാക്കുകളും സംസാരങ്ങളുമൊക്കെ വളരെ മാന്യമായിരിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമികമായിരിക്കണം. ഇസ്ലാമിന്റെ മതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അതിരപ്പുറത്തേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അവന് ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളാണെങ്കിലും ശരി, ഇസ്ലാമിന്റെ വിശ്വാസ നിയമങ്ങൾക്ക് എതിരാകുന്ന പ്രവർത്തനം വിശ്വാസം ഉണ്ടാകരുത്. അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചത്. മഹാനായ കെ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ മഹാനായ സീദി സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി, NV അബ്ദുസ്സലാം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ നല്ല സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ നമ്മുടെ മുന്നിലുള്ള മാതൃകകളാണ്. ആ മാതൃകകളിൽ നിന്ന് വ്യതിരിച്ച് ഒരു രാഷ്ട്രീയവാദം നമുക്കില്ല, രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന വാദം മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളമല്ല. അതേസമയത്ത് രാഷ്ട്രീയമുണ്ട്, പക്ഷെ ആ രാഷ്ട്രീയത്തിന് കൃത്യമായ കാഴ്ചപ്പാടുകളും അതിർവരമ്പുകളും മാന്യതയും ഒക്കെയുള്ള കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേക്ക് എന്താ വെച്ചാൽ അവശ്യം പൊളി നായാട്ടൊക്കെ ഉണ്ട്, നമ്മുടെ പരലോകം പോകുന്നില്ലാതെ ദുനിയാവിലൊന്നും അതുകൊണ്ട് നമുക്ക് നേടാനില്ല. ആ കാര്യം നമ്മളെല്ലാവരും വിശ്വാസികൾ എന്ന നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അത് വന്ന പാളിച്ചകളും പോരായ്മകളും ഒക്കെ നികത്തി അത് പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി സ്വർഗം കിട്ടുന്ന അമലായിക്കൊണ്ട് അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ലോകത്തിന് വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും GCC രാജ്യങ്ങൾ മുസ്ലിമീ സഹോദരന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസവും അതുപോലെ തന്നെ അമ്നും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ പുറത്തും ഉള്ളിലുമുള്ള ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ ഇടവും ഈമാനും അതുപോലെ തന്നെ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ പടയാളികൾക്കും പട്ടാളത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صيامنا وقيامنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وتوفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين وصلى الله على نبينا